സാറേ സൈൻ സ്ക്വയർ എക്സിനെ ടി ആയിട്ട് എടുത്താൽ പോലെ. സൈൻ സ്ക്വയർ എക്സിനെ ടി ആയിട്ട് എടുത്താൽ നമുക്ക് ആൻസർ കിട്ടോ? ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണത്. നമുക്കത് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സിംപ്ലിസിറ്റി വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്റഗ്രൽ ഓഫ് 1/1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇതിന്റെ ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ഇന്റഗ്രൽ ഓഫ് 1/1 പ്ലസ് കോസ് സ്ക്വയർ എക്സിന് ഒരു ഫോർമുല ഉണ്ടല്ലോ, അറിയാമോ ആർക്കെങ്കിലും? 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്? 1 പ്ലസ് കോസ് സ്ക്വയർ സി സ്ക്വയർ എക്സ് ആണോ സാറേ? അല്ലല്ല, 1 പ്ലസ് കോസ് സ്ക്വയർ എക്സിന്റെ ഫോർമുല ആർക്കെങ്കിലും അറിയാമോ? ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റി ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സിന്റെ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. കോസീക് സ്ക്വയർ എക്സ്. കോസീക് സ്ക്വയർ എക്സ്, കറക്റ്റ്. കോസീക് സ്ക്വയർ എക്സ് ഇൻടു പിന്നെ സൈൻ സ്ക്വയർ എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഒന്ന് പറയാമോ? നമ്മള് ഇന്റഗ്രൽ ഓഫ് 1/കോസീക് സ്ക്വയർ എക്സ് ഇൻടു സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. അടുത്ത സ്റ്റെപ്പ് പറയാമോ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ സർ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കൊസീക് സ്ക്വയർ എക്സ്, ഇത് സൈൻ സ്ക്വയർ എക്സ്, ഇവര് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഈ കൊസീക് സ്ക്വയർ എക്സും സൈൻ സ്ക്വയർ എക്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. 1/cosec square x sin square x അല്ലേ? അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോവില്ലേ? അപ്പൊ ബാക്കി നമുക്ക് എന്താ കിട്ടണേ? ഇത്രയല്ലേ കിട്ടുള്ളൂ, 1 അല്ലേ കിട്ടുള്ളൂ. ഇവിടെ ഈ കൊസീക് സ്ക്വയർ എക്സും സൈൻ സ്ക്വയർ എക്സും കട്ടായി പോവില്ലേ? അതെങ്ങനെ സാറേ? സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/cosec സ്ക്വയർ എക്സ് അല്ലേ? Yes sir. അപ്പൊ ഇത് രണ്ട് ക്യാൻസൽ ആയി പോയില്ലേ വിഷ്ണു? ഓക്കെ സാറേ. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ 1 dx കിട്ടിയില്ലേ? ഇന്റഗ്രൽ 1 dx ആൻസർ എക്സ് അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഏതാണ്? ആൻസർ എക്സ് പ്ലസ് സി. ഇ ആണ് ഓപ്ഷൻ. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. എക്സ് പ്ലസ് സി. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ ഇത്ര എളുപ്പമുള്ള പ്രോബ്ലം നോക്കിയത്. ഇവിടെ നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്നുള്ളത് എന്തറിഞ്ഞിരിക്കണം? കൊസീക് സ്ക്വയർ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ കൊസീക് സ്ക്വയർ എക്സിന്റെ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ 1 ആയിട്ട് വരും. 1നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വരും, എക്സ് പ്ലസ് സി. ആഫ്റ്റർ ദ ഇന്റഗ്രേഷൻ വി പുട്ട് എ കോൺസ്റ്റന്റ് സി. ക്ലിയർ ആയോ? Yes sir. അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യട്ടെ. അടുത്ത ക്വസ്റ്റിലേക്ക് കേട്ടോ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റെപ്സുള്ള ക്വസ്റ്റിന്റെ കൂടെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ഒരു 50 മിനിറ്റ് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. അതിനുശേഷം വേണം അടുത്ത സമയം നിങ്ങൾ കുറച്ചും കൂടി സ്റ്റെപ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഓഫ് 4x⁹ by x⁻10 minus 10 dx. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഓപ്ഷൻസ് ഇതാണ്: 1/5 log modulus of x⁻10 minus 10. The first option plus c. Second option x⁻10 minus 10 plus c. Then c 1/10 log x⁻10 minus 10 plus c. Option D minus 2/3 log x⁻10 minus 10 plus c. Option E minus 1/10 log x⁻10 minus 10 plus c. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റഗ്രൽ ഓഫ് 4x⁻9 divided by x⁻10 minus 10 dx. ഇതിന്റെ ആൻസർ. ഇത് എന്ത് മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്ന് പറയാം ആരെങ്കിലും? ആനന്ദിന് പറയാമോ ഏത് മെത്തേഡാണ് ഉപയോഗിക്കാൻ പോണെന്ന്?
എവലിന് പറയാം. എവലിൻ, ഏത് മെത്തേഡ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം? എവലിൻ. സാർ ആദ്യം കോൺസ്റ്റന്റ് 4-നെയും 10-നെയും പുറത്തേക്ക് എടുത്തിട്ട് മറ്റേ x⁹ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയോ? ഓ, തെറ്റായി പോയില്ലോ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ തെറ്റായി പോയി കേട്ടോ. അങ്ങനെയല്ല, ഒന്നും കൂടി ഒന്ന് ആലോചിച്ചേക്ക്. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ഡിനോമിനേറ്റർ ആയ x⁻10 -10 പകരം t എന്ന് കൊടുക്കുക. ഡിനോമിനേറ്ററിൽ കിടക്കണ x⁻10 -10 പകരം t എന്ന് കൊടുക്കുക. അതിനുശേഷം അതിനെ നമ്മൾ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടാം? 10x⁹9 dx dt എന്ന് കിട്ടില്ലേ? എഴുതിയ സ്റ്റെപ്പ് മനസ്സിലായോ നിങ്ങൾക്ക്? ഡിനോമിനേറ്റർ ആയ x⁻10 -10 പകരം ഞാൻ t എന്ന് കൊടുത്തു. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ 10 × x⁻9 dx എന്ത് കിട്ടി? dt എന്ന് കിട്ടി. സാർ ഇനി 10-നെ താഴെ കൊണ്ടുപോകണോ? അപ്പൊ x⁻9 dx എന്തായിരിക്കും? 1/10 dt. 1/10 dt. ഇനി അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. ഇന്റഗ്രൽ 4 നമ്മൾ പുറത്തേക്ക് എടുത്തു. x⁻9 dx പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 1/10 dt. അപ്പൊ 4/10 dt. കോൺസ്റ്റന്റ് നമ്മൾ പുറത്തേക്ക് ഇട്ടു. x⁻10 -10 പകരം എന്ത് കൊടുക്കാം? t എന്ന് കൊടുത്തുകൂടെ? ഇനി 4/10 എന്ന് പറഞ്ഞാൽ 2/5 അല്ലേ? 4/10 എന്ന് പറഞ്ഞാൽ 2/5. അപ്പൊ log t എന്ന് കിട്ടില്ലേ? Therefore 2/5 log t ക്ക് പകരം എന്ത് കൊടുക്കാം? മോഡുലസ് ഓഫ് x⁻10 +t. ഈ ആൻസർ ഇതിലുണ്ടോ നോക്കിയേ. Option B. ഓപ്ഷൻ ഏതാ? B അല്ലേ സർ? B. B അല്ലേ? B. ഓപ്ഷൻ B is the correct answer. 2/5 log modulus of x⁻10 -10 + c. The option B is the correct answer. Clear ആയോ? സാർ അപ്പൊ സാർ ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. ആ x⁻9 അപ്പൊ എന്താ? അതങ്ങോട്ട് പോവാ? ഈ x⁻9 dx പകരമാണ് 1/10 dt കൊടുത്തത്. x⁻9 dx പകരമാണ് 1/10 dt. അതിൽ 1/10 കോൺസ്റ്റന്റ് നമ്മൾ പുറത്തേക്ക് ഇട്ടു. 4 നമ്മൾ പുറത്തേക്ക് ഇട്ടു. x⁻9 dx വരെ എന്ത് കൊടുത്തു? dt എന്ന് കൊടുത്തു. t. അപ്പൊ ആൻസർ എത്ര കിട്ടി? 2/5. 4/10 എന്ന് പറഞ്ഞാൽ 2/5 ആണ്. 2/5 log t. 2/5 log modulus of x⁻10 -10 + c. ക്ലിയർ ആയോ? എവിടെയും ക്ലിയർ ആയോ? ക്ലിയർ. ഡൗട്ട് ഇപ്പൊ ചോദിച്ച ഡൗട്ട് ക്ലിയർ ആയില്ലേ? ഓക്കെ. സാർ കീമിനെ കൊറേ സ്റ്റെപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ? അത് നമ്മൾ ചെയ്യേണ്ടത്, എക്സാമിനേഷൻ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു 50 മിനിറ്റ് നിങ്ങൾ കുറച്ച് സ്റ്റെപ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് വിടാം. എന്നിട്ട് പിന്നെ സമയം അനുസരിച്ച് വേണം. ഇങ്ങനെ ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് e⁻2x പ്രോബ്ലം ചെയ്തില്ലേ? അതിന് കുറച്ച് സ്റ്റെപ്സുകൾ വന്നു. അതൊക്കെ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് ചെയ്യാം. ആദ്യത്തെ സ്റ്റേജിലാണ് ചെയ്തത്. ആദ്യത്തെ സ്റ്റേജിൽ ഇപ്പൊ നമ്മൾ cos tan x ഒരു ക്വസ്റ്റൻ ഒക്കെ പെട്ടെന്ന്, അല്ലെങ്കിൽ cos² x sin² വെട്ടിക്കളഞ്ഞാൽ പെട്ടെന്ന് x + c കിട്ടുന്ന ക്വസ്റ്റൻ ഒക്കെ ഉണ്ടല്ലോ. അടുത്ത ക്വസ്റ്റൻ ഒക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ളതും പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ആദ്യത്തെ ഒരു 50 മിനിറ്റിൽ ചെയ്തെടുക്കേണ്ടത്. അടുത്ത സ്റ്റേജിൽ വേണം ക്രിക്കറ്റ് സ്റ്റെപ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനായിട്ട്. 120 മിനിറ്റ്സ് അല്ലേ? 120 മിനിറ്റ്സ്. അതെ. ടൈം പ്ലാൻ ചെയ്യാന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ഈ ചില ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ഒട്ടും പറ്റില്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളഞ്ഞാക്കാം കേട്ടോ. വെറുതെ ചെയ്ത് സമയം പോകും, നിങ്ങളുടെ നെഗറ്റീവ് മാർക്കും വീഴും നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഇത് ഞാൻ മച്ചളയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Next question. The value of ഇന്റഗ്രേഷനിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. ഞാൻ ആ ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ആൻസർ പറഞ്ഞേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A 5/3, B 5/6, C 5/4, D 2/3, E. അടുത്ത ക്വസ്റ്റ്യൻ അതില്ല. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ഇൻ ദ വാല്യൂ ഓഫ് The value of integral 0 to √3 6/9 plus x square dx. ഇതിൽ 5 ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏത് ഓപ്ഷൻ എന്ന് പറയണം നിങ്ങൾക്ക്. കീന്ന് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റണം. ഏത് ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല? ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്റഗ്രൽ ഓഫ് 1/x² + a² dx എന്നൊരു ഫോർമുല കേട്ടിട്ടുണ്ടോ? Yes, sir. Yes, sir. ആ ഫോർമുലയുടെ ആൻസർ പറയാമോ? 1/x² + a² dx ന്റെ ആൻസർ. ആ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. എന്താണ് 1/x² + a² dx? ആർക്കെങ്കിലും അറിയാം? ഇതിന്റെ ഫോർമുലയുടെ ആൻസർ ഇതാണ്. 1/a tan inverse x/a. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. +2 നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. 1/a tan inverse x/a. ആ ഫോർമുലയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് ആ 6 എന്നുള്ളത് പുറത്തേക്ക് ഇട്ടു. dx/x² പ്ലസ് ഈ 9 പോലെ നമുക്ക് എന്ത് എഴുതാം? 3² എന്ന് എഴുതാം. അപ്പൊ 6 × ഇന്റഗ്രൽ. ഇവിടെ നമുക്ക് ആദ്യം ഇന്റഗ്രേഷൻ കഴിഞ്ഞിട്ട് ലിമിറ്റ് കൊടുക്കാം. ഇന്റഗ്രൽ dx/x² + 3² വെച്ച് ചെയ്യുമ്പോൾ ഈ ഫോർമുല എന്ത് വരും എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? x² + a² ആയതിപ്പോ നമ്മൾ എഴുതിയ ആൻസർ 1/a tan inverse x/a എന്നാണ്. ഇവിടെ എന്ത് വരും പറയാമോ? ഇവിടെ എന്ത് വരും എന്ന് പറയാമോ ആർക്കെങ്കിലും? 1/9 tan inverse x/9. 1/3 അല്ലേ തന്നെ? 1/3. 1/3 tan inverse x/3 അല്ലേ? 1/3 tan inverse x/3 അല്ലേ? ആ സർ അതെ. Yes, sir. x/3. ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റ് എന്തൊക്കെയായിരുന്നു? 0 to √3 ആയിരുന്നു. അപ്പോ 0 to √3. 6 ഉം 3 ഉം വിട്ടുകളഞ്ഞാൽ നമുക്ക് 2 കിട്ടില്ലേ? ഇനി ഇവിടെ x-ന് √3 കൊടുത്താൽ tan inverse √3/3 എത്രയാണ്? tan inverse 1/√3 അല്ലേ? x-ന് 0 കൊടുത്താലോ tan inverse 0 0 അല്ലേ? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് മനസ്സിലായി നോക്കിയേ. നമ്മൾ x-ന് √3 കൊടുത്തു. √3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/√3 അല്ലേ കിട്ടണേ? യെസ് സർ അതെ. അതുപോലെ x-ന് 0 കൊടുത്താൽ tan inverse 0 0 അല്ലേ? tan inverse 0 0 അല്ലേ? tan 0 0. അപ്പൊ നമുക്ക് നോക്കിയേ 2 × എന്താണ് tan inverse 1/√3 യുടെ ആൻസർ പറയാം ആർക്കെങ്കിലും? tan inverse √3 എന്തായിരിക്കും? 5/3 5/6. അപ്പൊ 2 ഉം 6 ഉം വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? 5/3. 5/3 എന്നുള്ള ആൻസർ ഏതുണ്ടോ നോക്കിയേ. Yes, sir. Option A. Option A is the correct answer. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഇതാണ്. sin 30° / cos 30°. sin 30° ആൻസർ 1/2, cos 30° ആൻസർ √3/2. 2 ഉം 2 വെട്ടിക്കളഞ്ഞാൽ 1/√3. ഇതാണ് tan 30°. tan 30°നെയാണ് നമ്മൾ tan π/6 എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എത്ര കിട്ടി? 5/3. ഓപ്ഷൻ A is the correct answer. ഓപ്ഷൻ A is the correct answer. സർ നമ്മളൊരു ട്രിക്ക് ഉപയോഗിക്കില്ലേ? ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് നമ്മൾ ടാനും സൈനും കോസും കണ്ടുപിടിക്കില്ലേ? എന്നിട്ട് ട്രയാങ്കിളിന്റെ ഉള്ളിൽ നമ്മൾ √3. അതിനേക്കാൾ നമ്മൾ ഒരു എങ്ങനെ ട്രയാങ്കിൾ അല്ല ഉദ്ദേശിക്കണേ? ആ ട്രയാങ്കിളിൽ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ മറ്റു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ട്രയാങ്കിളിന്റെ ഉള്ളിലെ വാല്യൂ എന്ന് പറഞ്ഞുതരുമോ? അപ്പൊ അതിനേക്കാളും എളുപ്പ വഴിക്ക് ഞാനൊരു ഫോർമുല പറഞ്ഞുതരാം.
അതായിരിക്കും നമുക്ക് നല്ലത് കേട്ടോ. അതായത് ഈ വാല്യൂസ് അറിഞ്ഞിരിക്കുക. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇത് പ്രധാനപ്പെട്ട കുറച്ച് ആംഗിൾസുകളാണ് കേട്ടോ. അപ്പൊ ഇവിടെ സൈനിന്റെ വാല്യൂ ഇവിടെ എന്താന്ന് പറയാമോ? 0 പഠിച്ചിട്ടുണ്ടോ? Yes, sir. 30 ഡിഗ്രി എത്രയാ? 1/2. 45 ഡിഗ്രി എത്രയാ? 45 ഡിഗ്രി 1/√2. 60 ഡിഗ്രി എത്രയാ? √3/2. 90 ഡിഗ്രി എത്രയാ? 1. അപ്പൊ സൈനിന്റെ ലൈനിൽ വന്ന വാല്യൂസ് ഉണ്ടോ? 0, 1/2, 1/√2, √3/2, 1. ക്ലിയർ ആണോ? ഇത് കോസ് ആണെങ്കിലോ, കോസിന്റെ എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ലാസ്റ്റ് വൺ ആദ്യം എഴുതാം, അതിനുശേഷം √3/2 എഴുതാം, അതിനുശേഷം 1/√2 എഴുതാം, അതിനുശേഷം 1/2 എഴുതാം, അതിനുശേഷം 0 എഴുതാം. കണ്ടാ? അപ്പൊ കോസിന്റെ വാല്യൂസ് കിട്ടിയില്ലേ? സൈനിന്റെ വാല്യൂ നേരെ തിരിച്ചു വയ്ക്കാം. ഇനി ടാന്റെ വാല്യൂ കിട്ടിയ എന്ത് ചെയ്താൽ മതി? ഈ സൈനെ കോസ് കൊണ്ട് ഹരിച്ചാൽ പോരെ? ഡിവൈഡ് ചെയ്താൽ മതി. ഈ ടേബിൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി കേട്ടോ. ഈ ടേബിൾ ഉണ്ടെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആംഗിൾസ് ആണ്. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി കേട്ടോ. അപ്പൊ സൈനിന്റെ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ സൈനിന്റെ വാല്യൂസ് നേരെ റിവേഴ്സ് ചെയ്ത് വെച്ചാൽ കോസിന്റെ വാല്യൂ കിട്ടും. സൈനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടാന്റെ വാല്യൂ കിട്ടും. ഓക്കെ ഓക്കെ സർ. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. അപ്പൊ ഇത് മനസ്സിലായി? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തേല്? ഇല്ല സർ, മനസ്സിലായി. മനസ്സിലായി. എന്നാൽ അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം.